Hi everyone. In the previous class, we were familiar about the programming methodologies, കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും അതിൻ്റെ ഡിസൈനും ഇവാലുവേഷൻ ക്രൈറ്റീരിയ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. ഇൻ ദിസ് ക്ലാസ് വി വിൽ ബി ഗോയിങ് ടു ഡീൽ അബൌട്ട് ദ ഇംപ്ലിമെൻറ്റേഷൻ മെത്തേഡ്സ്, പിന്നെ അതിൽ വരുന്ന കുറച്ച് ആർക്കിടെക്ചേഴ്സ് അതൊക്കെയാണ്. സോ വാട്ട് ആർ ഓൾ ദ ബേസിക് ഇംപ്ലിമെൻറ്റേഷൻ മെത്തേഡ് വി പെർഫോം ഡ്യൂറിങ് പ്രോഗ്രാമിംഗ്? സോ ഫസ്റ്റ് വൺ ഇസ് കമ്പൈലേഷൻ. കമ്പൈലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താ വെച്ചാൽ നമ്മളൊരു കമ്പൈലർ എന്നൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് വി ആർ ട്രാൻസ്ലേറ്റിംഗ് അവർ പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. മെഷീനിൽ മനസ്സിലാവുന്ന രീതിയിൽ പ്രോഗ്രാം നമ്മൾ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് യു ക്യാൻ സീ ഇസ് ദ പ്യുവർ ഇൻ്റർപ്രിട്ടേഷൻ. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് കമ്പൈലേഷൻ ചെയ്യാൻ കമ്പൈലർ എന്നൊരു സോഫ്റ്റ്വെയർ ഉള്ളതുപോലെ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാൻ യു ആർ ഹാവിങ് ഇൻ്റർപ്രെറ്റർ ആസ് എ സോഫ്റ്റ്വെയർ. ദേ ആർ ബേസിക്കലി യൂസ് ടു ഇൻ്റർപ്രെറ്റ്, that is programs are interpreted by another program known as an interpreter. നമുക്ക് ആ പ്രോഗ്രാംസിൻ്റെ കൺവേർഷനും അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഈ ഒരു ഇൻ്റർപ്രറ്ററിനെ കൊണ്ട് സാധിക്കും. Then third, you have the hybrid implementation system. That is, you are having a compromise between this compilers and the pure interpreters. ഇവർ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഇംപ്ലിമെൻറ്റേഷൻ സിസ്റ്റമാണ് ഹൈബ്രിഡ് സിസ്റ്റം. You can find a layered view of computer. ഇത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ലെയേർഡ് വ്യൂ ആണ്. ഓരോ ലെയറും അതിൻ്റെതായ ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. So the operating system and the language implementation are layered over machine interface of a language of a computer. കമ്പ്യൂട്ടറിൻ്റെ മേലെ മെഷീൻ ഇൻ്റർഫേസിൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷനും ലെയേർഡ് ആർക്കിടെക്ചർ ആയിട്ടാണ് ഉള്ളത്. So you can see at the middle there is a bare machine, and at the second layer you have macro instruction interpreter, then you have operating system that is mounted above it, then you have C++ compiler, interpreter, OS command interpreter, assembler, ADA compiler, C compiler. So ഈ കമ്പൈലർ ഇൻ്റർപ്രറ്റർ എല്ലാം ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മേലെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് ബേസിക്കലി ദ കോർ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. ഇപ്പോൾ നിങ്ങളൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ യു ഹാവ് വിൻഡോസ് ആസ് എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലിനക്സ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ആണെങ്കിൽ macOS, അതൊക്കെ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ സിസ്റ്റം വെയർ യൂസർ ക്യാൻ ബിഹേവ് ഓർ ഇൻട്രാക്ട് വിത്ത് ദാറ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ. സോ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഏറ്റവും താഴെ മൗണ്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേലെയാണ് നമുക്ക് വരുന്ന ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻസും ഡിഫറെൻറ്റ് കമ്പൈലേഴ്സൊക്കെ അതിൻ്റെ മേലെയാണ് വരുന്നത്. നെക്സ്റ്റ് വി വിൽ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ വാട്ട് ഇസ് കമ്പൈലേഷൻ. It is actually a process of translating the high-level program into machine code. When the user is having an interaction with the computer, we do programming using high-level programming language. You can have, നിങ്ങൾക്കിപ്പം C++, ജാവ അതൊക്കെ അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബേസിക്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. നിങ്ങൾ ഇനി നെക്സ്റ്റ് സെമ്മിലൊക്കെ നിങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് അറിയുന്നുണ്ടാവും. സോ അങ്ങനത്തെ കേസിൽ ദാറ്റ് ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ഇസ് ഹൈ ലെവൽ പ്രോഗ്രാം. ആൻഡ് വെൻ യു ആർ ഗിവിംഗ് പ്രോഗ്രാമിംഗ് മെത്തേഡ്സ് ടു ദ കമ്പ്യൂട്ടർ, ഇറ്റ് കൺവേർട്സ് ഇറ്റ് ഇൻ ടു മെഷീൻ കോഡ്. ദാറ്റ് ഈസ് ദ മെഷീൻ കോഡ് ഇസ് ദ ഓൺലി ലാംഗ്വേജ് ദാറ്റ് ഇസ് എ മെഷീൻ നോസ്, ദാറ്റ് ഇസ് മെഷീൻ ലാംഗ്വേജ്. So they perform translation slow. That is, translation is a slow process, but after the slow translation they perform very fast. That is, they can provide fast execution. So during a compilation phase there will be several phases. That is lexical analysis, syntax analysis, semantic analysis and code generation. സോ ഈ 4 ഫേസാണ് കമ്പൈലേഷൻ പ്രോസസ്സിലുള്ളത്. ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ള ഹൈ ലെവൽ പ്രോഗ്രാമുള്ള ക്യാരക്ടേഴ്സൊക്കെ ലെക്സിക്കൻ അനാലിസർ എന്ന് വരുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഹൈ ലെവൽ ആക്കാൻ വേണ്ടിയിട്ട്, ലൈക്ക് മെഷീൻ കോഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് കൺവേർട്സ് ദം ഇൻ ടു ലെക്സിക്കൽ യൂണിറ്റ്സ്. ദെൻ യു ഹാവ് സിൻടാക്സ് അനാലിസിസ്, ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം ദാറ്റ് ലെക്സിക്കൽ യൂണിറ്റ് ഇൻ ടു പാസ് ട്രീസ് വിച്ച് റെപ്രസെൻറ്റ് ദ സിൻടാക്റ്റിക് സ്ട്രക്ചർ ഓഫ് എ പ്രോഗ്രാം. പാസ് ട്രീ വെച്ചിട്ടാണ് നമുക്ക് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റുക. ആൻഡ് സിമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത് കോഡ് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പെയുള്ള ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കോഡ്. ആ കോഡൊന്നും ആസ് എ പ്രോഗ്രാമർ നമുക്ക് മനസ്സിലാവും, ആസ് എ യൂസർ നമുക്കത് മനസ്സിലാവില്ല. സോ സിമാൻറ്റിക്സ് അനാലിസിസ് പറഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ സിമാൻറ്റിക് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാണ്. ദെൻ കോഡ് ജനറേഷൻ ആ പ്രൊസീജിയറിലാണ്, ഏറ്റവും ലാസ്റ്റ് കമ്പാരിസൺ കഴിഞ്ഞ ആ പ്രൊസീജിയറിലാണ് യു ഡെവലപ്പ് ഓർ യു ജനറേറ്റ് ദ മെഷീൻ കോഡ്. So this is actually the compilation process. Here you can see the source program.
സോഴ്സ് പ്രോഗ്രാം ഉണ്ട്. സോഴ്സ് പ്രോഗ്രാം ആദ്യം ലെക്സിക്കൽ അനാലിസിസിലാണ് പോകുന്നത്. ലെക്സിക്കൽ അനലൈസറിൽ പോയിട്ട് അവിടുന്ന് ലെക്സിക്കൽ യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ദെൻ ഇറ്റ് പാസ് ത്രൂ ദ സിൻടാക്സ് അനാലിസർ. സോ ലെക്സിക്കൽ അനാലിസറിൽ കൂടി പാസ് ചെയ്യുമ്പോൾ തന്നെ അത് സിമ്പിൾ ടേബിളിൽ പോകും. സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത് ഒരു ടേബിളാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ സിമ്പിൾസ് ദാറ്റ് ഇസ് ബീങ് യൂസിങ്. അപ്പം കമ്പ്യൂട്ടർ മനസ്സിലാവാത്ത സിമ്പിൾസ് എല്ലാം സിമ്പിൾ ടേബിളിൽ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അതനുസരിച്ച് കമ്പ്യൂട്ടർ അതിൻ്റെ ആക്ച്വൽ യൂസേജ് എന്താണെന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ സിൻടാക്സ് അനാലിസിസിൽ സിൻടാക്സ് ഈ ലെക്സിക്കൽ യൂണിറ്റ്സ് കിട്ടിയ സാധനങ്ങളും സിമ്പിൾ ടേബിളിൽ കൊടുക്കും. Then after during the syntax analyzer it gives the output as parse trees. എന്നിട്ട് ആ പാസ് ട്രീ നമുക്ക് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്ററിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സിമ്പിൾ ടേബിളിൽ നിന്ന് സിമ്പിൾസും ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്ററിന് കിട്ടും. അവിടെ നിന്ന് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കിട്ടും. ഒപ്റ്റിമൈസ് ചെയ്യണം നിർബന്ധമില്ല, ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്ഷണൽ. ബട്ട് സ്റ്റിൽ ഇന്റർമീഡിയറ്റ് കോഡ് നമ്മൾ കോഡ് ജനറേറ്ററിന് കൊടുക്കുമ്പം അവിടെയും സിമ്പിൾ ടേബിളിൽ നിന്ന് സിമ്പിൾസ് കിട്ടും. ആൻഡ് ആഫ്റ്റർ ദ കോഡ് ജനറേഷൻ ഇന്റർമീഡിയറ്റ് കോഡും കിട്ടി. ഇന്റർമീഡിയറ്റ് കോഡാണ് കോഡ് ജനറേറ്ററിൽ കൊടുക്കുമ്പോൾ നമുക്ക് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ടു ദ കമ്പ്യൂട്ടർ. ആൻഡ് വെൻ വി ഗിവ് ദ ഇൻപുട്ട് ഡേറ്റ ദ കമ്പ്യൂട്ടർ പെർഫോംസ് ദി ഓപ്പറേഷൻ ആൻഡ് ദെൻ യു ഗെറ്റ് ദി റിസൾട്ട്. So this is how a compilation process is done, starting from the source program and ending with the result. It is a sequential approach. ഒരു ഫ്ലോ ചാർട്ട് പോലെ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് നിങ്ങൾക്ക് കാണുന്നത്. ഓരോ ഫേസിൽ നിന്നും ഓരോ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഇറ്റ് വിൽ ബി ഗിവൺ ടു ദ നെക്സ്റ്റ് അപ്കമിങ് ഫേസ് ആസ് ഇൻപുട്ട്. So additional you have the compilation techniques is the load module and the link module. ലോഡിങ്ങും ലിങ്കിങ്ങും, അതായത് നമുക്ക് പ്രോഗ്രാം പല പീസ് ഓഫ് പ്രോഗ്രാംസ് ഒരുമിച്ച് കമ്പൈൻ ചെയ്യാനാണ് നമുക്ക് ലിങ്കിങ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആ പ്രോഗ്രാംസ് നമുക്ക് കോഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വി പെർഫോം ലോഡിങ്. ദാറ്റ് ഈസ് ദ യൂസർ ആൻഡ് ദ സിസ്റ്റം പെർഫോംസ് ഇറ്റ് ടുഗെദർ. ലിങ്കിങ് ആൻഡ് ലോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റം പ്രോഗ്രാംസ് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് യൂസർ പ്രോഗ്രാമായിട്ട് കമ്പൈൻ ചെയ്യുന്നതിനാണ്, ലിങ്ക് ചെയ്യുന്നതിനാണ് വി സേ ഇറ്റ് ആസ് ലിങ്കിങ്. So you can see an execution of machine code. So machine code execute ചെയ്യുമ്പം അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഫെച്ച് ചെയ്യുക, പിന്നെ എക്സിക്യൂട്ട് ചെയ്യുക, then cycle. So this is upon the von Neumann architecture നമ്മൾ already പഠിച്ചു. So you can see some piece of program there. Initialize the program counter, repeat forever, fetch the instruction pointed by the counter, increment the counter, decode the instruction, execute the instruction, end repeat. So ഇതൊരു നോർമൽ ഒരു സ്യൂഡോ കോഡ് എന്നാണ് ഇതിന് പറയുക. ദാറ്റ് ഈസ് ആക്ച്വലി എ മെഷീൻ കോഡ്. നമ്മൾ ഒരു പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് ജസ്റ്റ് എ വേരിയബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ പോയിന്റർ, എന്തെങ്കിലും ഒരു സാധനം, ഒരു ലൈക്ക് എ വേരിയബിൾ. സോ അത് കൗണ്ടർ എന്ന് പറയുമ്പം ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്. സോ നമ്മൾ ആദ്യം ഇൻസ്ട്രക്ഷൻസ് ആണ് ഫെച്ച് ചെയ്യുക. നമ്മുടെ യൂസർ കൊടുക്കുന്ന കമാൻഡ്സ് അല്ലെങ്കിൽ പ്രോഗ്രാംസ്, ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് ഇൻസ്ട്രക്ഷൻ. സോ ഫസ്റ്റ് യു ഷുഡ് ഫെച്ച് ദാറ്റ് ഇൻസ്ട്രക്ഷൻ, ഗെറ്റ് ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് പോയിന്റഡ് ബൈ ദാറ്റ് പ്രോഗ്രാം കൗണ്ടർ. അതിനുശേഷം നമുക്ക് കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. സോ ഒരു നോർമൽ ഏതൊരു പ്രോഗ്രാമിൻ്റെയും ഫ്ലോ എന്ന് പറയുന്നത് ഫസ്റ്റ് വി ആർ ഫെച്ചിങ് ഫ്രം ദ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ, ദെൻ വി ആർ ഇൻക്രിമെൻറ്റിംഗ് ദ കൗണ്ടർ, ദെൻ വി ആർ എക്സിക്യൂട്ടിംഗ്, ബിഫോർ ദാറ്റ് വി ആർ ഡീകോഡിങ് ആൻഡ് ദെൻ വി ആർ എക്സിക്യൂട്ടിംഗ് ദ ഇൻസ്ട്രക്ഷൻ. സോ അങ്ങനെയാണ് ഒരു മെഷീൻ കോഡിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഡ്യൂറിങ് എക്സിക്യൂഷൻ. നെക്സ്റ്റ് യു ക്യാൻ ഫൈൻഡ് ദ വോൺ ന്യൂമാൻ ബോട്ടിൽനെക്ക്. അപ്പം വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ തന്നെ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബോട്ടിൽ നെക്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒരു കമ്പ്യൂട്ടർ മെമ്മറിയും അതിൻ്റെ പ്രോസസ്സറും തമ്മിലുള്ള കണക്ഷൻ സ്പീഡ്, ദാറ്റ് ഇറ്റ് ഡിറ്റർമൈൻസ് ദ സ്പീഡ് ഓഫ് ദ കമ്പ്യൂട്ടർ. അപ്പോൾ എപ്പോഴും നമ്മളൊരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ലാപ്ടോപ്പ് വാങ്ങുമ്പോഴോ വി ആർ മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദ സ്പീഡ്, റാം, റോം, പിന്നെ മെമ്മറി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും, എത്ര ഇപ്പോൾ ഇൻറ്റൽ i5 ആണോ ഇൻറ്റൽ i7 ആണോ, പ്രോസസ്സർ എങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുക. സോ ബേസിക്കലി ഇറ്റ് ഫോളോസ് ദ കണക്ഷൻ സ്പീഡ് ബിറ്റ്വീൻ എ കമ്പ്യൂട്ടേഴ്സ് മെമ്മറി ആൻഡ് ഇറ്റ്സ് പ്രോസസ്സർ ഡിറ്റർമൈൻസ് ദ സ്പീഡ് ഓഫ് എ കമ്പ്യൂട്ടർ. സോ അങ്ങനെയാണ് സ്പീഡ് ഓഫ് ദ കമ്പ്യൂട്ടർ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡ് പോയിന്റ് യു ഹാവ് ഇസ് ദ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ. സോ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് നമുക്ക് യൂഷ്വലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പം കുറച്ചധികം സ്പീഡിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ CPU യൂസേജ് ഒക്കെ ചിലപ്പോൾ ഹൈ വരും. ഇപ്പോൾ നിങ്ങൾ വലിയൊരു ആപ്ലിക്കേഷനൊക്കെ തുറക്കുമ്പം ചിലപ്പോൾ CPU യൂസേജ് ഹൈ ആയിരിക്കും, എബവ് ദ കണക്ഷൻ സ്പീഡ്. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ കണക്ഷൻ സ്പീഡ് നമ്മൾ യൂഷ്വലി ഉള്ള അതിനേക്കാളുള്ള എബവ് യൂസേജ് ആണെങ്കിൽ അതൊരു ബോട്ടിൽ നെക്കായിട്ട് റിസൾട്ട് ചെയ്യും.
സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രൊസസ്സറിന് പറയുന്ന ഒരു കാര്യം അതിനേക്കാളും ഹെവി ലോഡ് അതിന് കൊടുക്കുമ്പം ഇറ്റ് ബിക്കംസ് എ ബോട്ടിൽ നെക്ക് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് എ വോൺ ന്യൂമാൻ ബോട്ടിൽ നെക്ക്. ഇറ്റ് ഈസ് എ പ്രൈമറി ലിമിറ്റിംഗ് ഫാക്ടർ ഇൻ ദ സ്പീഡ് ഓഫ് ദ കമ്പ്യൂട്ടർ. സോ സ്പീഡ് ഓഫ് ദ കമ്പ്യൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡിനേക്കാളും അധികം എന്തെങ്കിലും കുറച്ച് കൂടുതൽ അതിന് ഓവർ ഹെഡ് പോലെ കൊടുത്താൽ ഇറ്റ് ബിക്കംസ് എ ബോട്ടിൽ നെക്ക് ആൻഡ് പ്രോസസ്സർ അതനുസരിച്ച് എക്സിക്യൂട്ട് ആവുള്ളൂ, അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുള്ളൂ. So that is known as von Neumann bottleneck. Next we will find out the pure interpretation. അതായത് കമ്പൈലേഷൻ കഴിഞ്ഞു, ഇനി ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഇൻ്റർപ്രിട്ടേഷനിൽ ഫസ്റ്റ് വരുന്നത് എന്താ വെച്ചാൽ ട്രാൻസ്ലേഷൻ ഇല്ല. അതായത് ഒരു കമ്പൈലർ പോലെ ഒന്ന് കൺവേർട്ട് ചെയ്ത് വേറൊന്നിലേക്ക് ആക്കുന്നതല്ല, ജസ്റ്റ് ദർ ഇസ് നോ ട്രാൻസ്ലേഷൻ. Second point is that implementation is easier of program, that is runtime errors can easily and immediately displayed. എന്തെങ്കിലും runtime errors ഉണ്ടാകുമ്പം അത് runtime എന്ന് പറയുമ്പോൾ എക്സിക്യൂഷൻ ടൈമിലാണ് എറേഴ്സ് കാണുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാം, ദെൻ ഇമ്മീഡിയറ്റ്ലി ഡിസ്പ്ലേ ചെയ്യാം. സോ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റൈലൊക്കെ ഈസിയാണ്. ബട്ട് where the more fact is that execution is slower, that is 10 to 100 times slower than the compiled program. So compilation എന്ന് പറയുമ്പം ലൈൻ ബൈ ലൈൻ ലൈക്ക് എറേഴ്സ് കണ്ടുപിടിക്കും. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പം ഒറ്റ ടൈം ഒരു ഫുൾ പ്രോഗ്രാം എടുത്തിട്ട് എറർ കണ്ടുപിടിക്കും. സോ കമ്പൈലേഷൻ ആണ് കുറച്ചുകൂടി നല്ലത്, ബിക്കോസ് ഇറ്റ് പെർഫോംസ് ലൈൻ ബൈ ലൈൻ. So the fourth point you have is oftenly it requires more space and also high level language ഇത് വളരെ റെയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, കാരണം നമുക്ക് കമ്പൈലർ ഓൾറെഡി ഉണ്ട്. Then the last point is that significant comeback with some web scripting languages, that is JavaScript. JavaScript is basically a scripting language. അതായത് നമ്മളിപ്പം ജാവ ആപ്ലെറ്റ് പ്രോഗ്രാം അതല്ലെങ്കിൽ എന്തെങ്കിലും ജാവ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾ ഫെമിലറൈസ് ആവുക. സോ അതിന് വേണ്ടിയിട്ടുള്ള യൂസേജൊക്കെയാണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ ഫോർമലി യൂസ് ചെയ്യാറ്. സോ ദാറ്റ് ഈസ് പ്യുവർ ഇൻ്റർപ്രിട്ടേഷൻ. You can see a structure, that is you are having a source program മൊത്തമായും ഇൻ്റർപ്രിറ്ററിൽ കൊടുക്കും, എന്നിട്ട് ഇൻപുട്ട് ഡാറ്റ കൊടുക്കുമ്പോൾ റിസൾട്ട് തരും. സോ ഇത് ചെറിയൊരു ഇൻ്റർപ്രിട്ടേഷൻ പ്രോസസ്സ്. പക്ഷേ നമ്മുടെ കമ്പൈലറിൽ എങ്ങനെയായിരുന്നു, കമ്പൈലറിലെ കുറേ ഫേസസ്, ദാറ്റ് ഇസ് ലെക്സിക്കൽ ഫേസ്, സിമാൻറ്റിക് ഫേസ്, ദെൻ സിൻടാക്സ് അനലൈസർ, അങ്ങനത്തെ കുറേ ഫേസസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടുന്നത്. ബട്ട് ഇൻ്റർപ്രിട്ടേഷൻ പ്രോസസ്സിൽ സോഴ്സ് പ്രോഗ്രാം ഒറ്റയടിക്ക് തന്നെ ഇൻ്റർപ്രിറ്ററിൽ കൂടി പാസ് ചെയ്യുന്നു, ഇൻപുട്ട് ഡേറ്റ അതിൽ കൊടുക്കുന്നു, യു ആർ ഗെറ്റിംഗ് ദ റിസൾട്ട്. സോ ദിസ് ഈസ് ദ ഇൻ്റർപ്രിട്ടേഷൻ പ്രോസസ്. Then you have the hybrid implementation system. Third one ആണ് hybrid implementation system. ഇത് കമ്പൈലേഴ്സും പ്യുവർ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഇടയിൽ വരുന്ന ഒരു കോംപ്രമൈസ്ഡ് സിസ്റ്റമാണ്. ഇറ്റ് ഈസ് hybrid in nature. So in this scenario, the high-level program is basically translated to an intermediate language which allows easy interpretation. So interpret ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. That is using the interpreter, you can implement it easily. So it is basically faster than the pure interpretation. You can see two examples there, that is the Perl programs which is partially compiled detect error before interpretation. So interpret ചെയ്യുന്നതിന് മുമ്പ് തന്നെ പേൾ പ്രോഗ്രാംസിൽ നമുക്ക് പാർഷ്യലി കമ്പൈലേഷൻ പ്രോസസ്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇനീഷ്യൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജാവ ആദ്യം ഹൈബ്രിഡ് ആയിരുന്നു, പിന്നെയാണ് ഇൻ്റർമീഡിയറ്റ് ഫോം, ബൈറ്റ് കോഡ് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് പോർട്ടബിലിറ്റിയും, പിന്നെ ഫോർ എക്സാമ്പിൾ യു ആർ ഹാവിങ് ജാവ വെർച്വൽ മെഷീൻ വിച്ച് ആക്ട് ആസ് എ മൗണ്ടിങ് സിസ്റ്റം ഫോർ ജാവ. അപ്പം ജാവയുടെ ആപ്ലിക്കേഷനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ജാവ വെർച്വൽ മെഷീൻ, അതായത് JVM നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയറമെൻറ്റും വേണം. സോ ഇതൊക്കെ ജാവ റൺ ചെയ്യാനാണ്. സോ ഇനീഷ്യൽ ഇംപ്ലിമെൻറ്റേഷൻസ് ഹൈബ്രിഡ് ആണെങ്കിലും പിന്നെയാണ് അത് പോർട്ടബിലിറ്റിയും റൺ ടൈം സിസ്റ്റത്തിൽ വി ആർ പ്രൊവൈഡിങ് വിത്ത് ജാവ വെർച്വൽ മെഷീൻ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കൊണ്ടുവരുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ബിക്കേം ഹൈബ്രിഡ് ഇൻ ഫസ്റ്റ്, ദെൻ ഇറ്റ് ബിക്കം പോർട്ടബിൾ ടു എനി മെഷീൻ ദാറ്റ് ഹാസ് എ ബൈറ്റ് കോഡ് ഇൻ്റർപ്രിറ്റർ. സോ ഹൈബ്രിഡ് ഇംപ്ലിമെൻറ്റേഷൻ സിസ്റ്റം അങ്ങനെയാണ്, കമ്പൈലറും ഇൻ്റർപ്രിറ്ററിൻ്റെ ഇടയിൽ വരുന്ന ഒരു കോംപ്രമൈസ്ഡ് സിസ്റ്റമാണ്. രണ്ടിൻ്റെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്, അതിൻ്റെ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. സോ ദിസ് ഈസ് എ ഹൈബ്രിഡ് ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സിൻ്റെ പ്രൊസീജിയറാണ്. യു ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ സോഴ്സ് കോഡ്, അത് ലെക്സിക്കൽ അനലൈസർ ഉണ്ട്. ലെക്സിക്കൽ യൂണിറ്റ്സ് നമുക്ക് സിൻടാക്സ് അനലൈസറിൽ കിട്ടും. Syntax analyzer give the parse trees and parse tree is given to the intermediate code generator. അവിടുന്ന് intermediate code നമ്മൾ ഇൻ്റർപ്രിറ്ററിന് കൊടുക്കും, എന്നിട്ട് ഇൻ്റർപ്രിറ്ററിലാണ് ഇൻപുട്ട് ഡാറ്റ കൊടുത്തിട്ട് റിസൾട്ട് വരുന്നത്. സോ ഇവിടെ ഹാഫ് കമ്പൈലേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഹാഫ് ഇൻ്റർപ്രിറ്റർ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അത് രണ്ടും കൂടിയുള്ള കമ്പൈൻ ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ കോംപ്രമൈസ്ഡ് വേർഷനാണ്
hybrid implementation system. It starts from the source program and it ends in the result. ഇതും ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നെയാണ്, ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് യു ഹാവ് ദ ജസ്റ്റ് ഇൻ ടൈം ഇംപ്ലിമെൻറ്റേഷൻ സിസ്റ്റം. ഇത് ആ പറഞ്ഞ മൂന്നെണ്ണത്തിൽ നിന്നും എക്സ്ട്രാ വരുന്ന ഒരു എക്സ്ട്രാ കാര്യമാണ്, ദാറ്റ് ഇസ് ജസ്റ്റ് ഇൻ ടൈം ഇംപ്ലിമെൻറ്റേഷൻ സിസ്റ്റം. സോ ഹിയർ വി ആർ ഇനീഷ്യലി ദ ട്രാൻസ്ലേറ്റ് പ്രോഗ്രാംസ് ടു ആൻ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജിലേക്കാണ്. ഇനീഷ്യലി ഉള്ള നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസ് നമ്മൾ ആദ്യം ഒരു ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിനുശേഷം ആ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് കമ്പൈൽ ചെയ്തിട്ട് മെഷീൻ കോഡ് ആക്കും. Then that machine code version is kept for subsequent calls, and the JIT, that is just-in-time systems, are widely used in Java program, and also .NET language are implemented with JIT system. So just-in-time compiler എന്ന് പറയുമ്പം നമ്മൾ കമ്പൈലേഷൻ പ്രോസസ്സിന് മുമ്പേ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് പിന്നെയാണ് മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഡയറക്റ്റ് കൺവേർഷൻ അല്ല. ദർ ഇസ് എൻ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് കൺവേർഷൻ ആൻഡ് ദെൻ ടു മെഷീൻ കോഡ്. എന്നിട്ട് പിന്നെയാണ് ആ മെഷീൻ കോഡ് ആവശ്യങ്ങളനുസരിച്ച് സബ്സിക്വൻ്റ് ആയിട്ട് കോൾ ചെയ്യുമ്പോൾ മാത്രം ആവശ്യങ്ങളനുസരിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു ആർ യൂസിങ് ദിസ്. സോ യു ആർ വൈഡ്ലി യൂസ് ഇൻ ജാവ പ്രോഗ്രാം ആൻഡ് ഓൾസോ .NET ലാംഗ്വേജിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് യു ഹാവ് പ്രീ പ്രോസസ്സർ. പ്രീ പ്രോസസ്സർ എന്ന് പറയുമ്പം ദേ ആർ മാക്രോസ്, അതായത് ഒരു വലിയൊരു മോഡ്യൂൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പീസ് ഓഫ് കോഡ്. That's preprocessor macros instructions are commonly used to specify that code from another file is to be included. So നമ്മളൊരു വലിയ പ്രോഗ്രാം ചെയ്തു. സോ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ചൊരു കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ വേറെ എവിടെയെങ്കിലുള്ള സ്ഥലത്ത് ഉള്ള പ്രോഗ്രാം നമുക്ക് ഇങ്ങോട്ടേക്ക് ലിങ്ക് ചെയ്യാം. സോ ആ വേറെ എവിടെയെങ്കിലുള്ള സ്ഥലത്ത് കുറേ ലൈൻസ് ഓഫ് കോഡ് ഉണ്ടാകുമ്പം ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ മാക്രോസ് അല്ലെങ്കിൽ സം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. സോ preprocessor process a program immediately before the program is compiled to expand embedded preprocessor macros. സോ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പ്രീ പ്രോസസ്സർ എന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ പീസ് ഓഫ് കോഡ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. സോ ദ വെൽ നോൺ എക്സാമ്പിൾ ഫോർ ദിസ് ഇസ് ദ C preprocessor, which it expand using hash include, hash define and similar macros. സോ ഇത് രണ്ട് നമുക്ക് ഹെഡർ ഫയൽസ് ആയിട്ട് നമ്മൾ യൂഷ്വലി പ്രോഗ്രാം ടൈപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈബ്രറീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനും, ഹാഷ് ഡിഫൈൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു വേരിയബിൾ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാനുമാണ് വി ആർ യൂസിങ് ദിസ് ടു സിമിലർ മാക്രോസും അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. So this is pre-processor. So that's all. Thus we come to the end of this session. Thank you.